പിണറായിയാണ് താല്പര്യം. എന്താ ഇഷ്ടപ്പെടാൻ കാരണം? നല്ല സർക്കാരാണ്. നല്ല സർക്കാരാണ്. UDF വേണ്ട? വേണ്ട. PD സതീശൻ വേണ്ട. കോഴിക്കോട് UDF 15,000 വോട്ട് ജയിക്കും. അഹമ്മദ് ദേവർകോവിൽ ജയിക്കുന്നു പറയുന്നു. ഒരിക്കലും ജയിക്കില്ല. ഫൈസൽ ബാബു 5,000 വോട്ട് ജയിക്കും. ഏറ്റവും ചുരുങ്ങിയ 5,000 വോട്ട്. 20 കണക്ക് ഓഫർ. ആര് മുഖ്യമന്ത്രിയാണ് അടുത്ത്? മുഖ്യമന്ത്രി UDF വരും. ആരാണ്? അത് വന്നതിന് ശേഷം പറയും. UDF വരും. UDF വരും. ജനങ്ങളൊക്കെ പറഞ്ഞ പിണറായിയാണ് UDF വരും അധികാരത്തിൽ. ഓക്കെ, ആരാ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരെന്നുള്ള പാർട്ടി തീരുമാനിക്കും. എന്ത് ഭൂരിപക്ഷം ഉണ്ടാവും? 100 സീറ്റ് കിടക്കുന്നവർ. 100 സീറ്റ് കിടക്കും. ഷുവറല്ലേ? केरला का गवर्नमेंट कैसा? अच्छा चेंज करना है, दूसरा गवर्नमेंट आना है, यही चाहिए या फिर चेंज करना? सही है. कांग्रेस राहुल गांधी सही है. राहुल गांधी सही है. पिनराई विजयन? पिनराई विजयन कैसा? क्या? पिनराई विजयन केरला का मुख्यमंत्री कैसा? हाँ वो अच्छा. वो भी अच्छा है. राहुल गांधी भी. और कुछ बोलना? सब कहाँ से? हाँ बिहार से. बिहार बिहार में कैसा? बिहार ഒരിക്കലും വരില്ല. പിണറായി ഒരിക്കലും വരില്ല. അഭിപ്രായം കൂടുതലുള്ള രാഷ്ട്രീയ നിരീക്ഷകന് ഒരിക്കലും വരാൻ സാധ്യതയില്ല. നല്ല ഭരണം പറഞ്ഞു. ഭരണം വളരെ മോശമാണ്. UDF ഇട്ടു. UDF സാധ്യത കണ്ട്. മുഖ്യമന്ത്രിയാണ് UDF സാധ്യതകൾ 3 സാധ്യതകളുണ്ടെങ്കിലും അഭിപ്രായം കൂടുതൽ കാലം രാഷ്ട്രീയത്തിൽ പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ ചെന്നിത്തലക്കാരം. പക്ഷെ എന്താണ് നമ്മൾ കൂടുതൽ ഇപ്പോൾ എന്താണ് ടീം UDF എന്നുള്ളൊരു നേതൃത്വത്തിൽ കൊണ്ടുവന്നത് നമ്മളെ VD സതീശനാണ്. രണ്ടൊക്കെ സാധ്യത കണ്ട്. LDF താൻ ചാൻസ് ഉണ്ട്. UDF കുത്തി കയറും. കാരണം വികസനം അഭിപ്രായം ഇല്ല, ഈ വികസനത്തിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടീൻ്റെ കാലത്ത് കൊണ്ടുവന്ന അത്ര വികസനങ്ങളെ കാലം കിട്ടും. ഇപ്പം 10 വർഷം കിട്ടിയല്ലോ. ഈ 10 വർഷത്തിനിടയിൽ UDF കൊണ്ടുവന്ന അത്ര വികസനം ഈ LDF കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാം. പിന്നെ അഴിമതിൻ്റെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അഴിമതിയും പിന്നെന്താണ് ഈ സഖാക്കളെ ഒരു ആറാട്ടും ഈ ഒരു തല്ലുകളും വരെ ഇപ്പം നമ്മൾ കുറേ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. ഇപ്പം ഇവിടുത്തെ ഫാത്തിമ തഹ്ലിയൊക്കെ ആണെങ്കിൽ എന്താണ് സൈബർ അറ്റാക്ക്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സ്വാധികൾ തങ്ങളെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓൽക്കെന്താണ് ഭരണം പോകുന്നു തോന്നുമ്പോൾ ഓരോരു ചാട്ടം ഉണ്ടാവും. ഓൽക്ക് സ്വാഭാവികം ഉണ്ടാവണം. ആ സംഭവം ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഭരണത്തിനൊരു മാറ്റം നമ്മൾ സാധ്യത കാണുന്നുണ്ട്. UDF ആയാലും LDF ആയാലും നന്നായിട്ട് മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇടയിലൂടെ BJPക്ക് നന്നായി സീറ്റ് കയറാൻ ചാൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്. BJP നന്നായിട്ട് സ്കോർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്നാലും ഭരണം കിട്ടൂലേലും അവരുടേതായ ഒരു കയ്യൊപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നിൽ നിർത്താൻ ചാൻസ് ഉണ്ട്. എന്നാലും UDFനാണ് ഭരണം കിട്ടാൻ. അല്ലെങ്കിൽ LDF ഓരോ രണ്ടാളും ഓക്കെ ആയിരുന്നു. BJPക്ക് നമ്മളെ തെക്കൻ കേരളത്തിൽ കൂടുതൽ ചാൻസ് കാണും.